ഹായ്, എല്ലാവർക്കും ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഒരു കുഞ്ഞു കവർ മതി കേട്ടോ നമുക്ക് ഓർക്കിഡ് തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതുപോലെ ഗ്യാപ്പുള്ള നല്ലതായിട്ട് വായുസഞ്ചാരമുള്ള ചട്ടിയിലാണല്ലോ നമ്മൾ ഓർക്കിഡൊക്കെ നട്ടു കൊടുക്കാറ്. അപ്പോൾ ഇതിൽ നിറയെ തൈകളൊക്കെ തിങ്ങി നിറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ റീപോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതേണ്ട ഇതുപോലെ കുഞ്ഞൊരു കമ്പ് മതി നമുക്ക്. ഇതിൻ്റെ ആ ഒരു കമ്പിൽ നിന്നും നമുക്ക് തൈകൾ നിറയെ ഉണ്ടാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു സിമ്പിൾ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ ഒരു കമ്പ് നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാനായിട്ട് കഴിയും. അത് വളരെ സിമ്പിളായിട്ടാണ്, മറ്റ് വളങ്ങളോ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ടതില്ല. അപ്പോൾ ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമ്പ് കട്ട് ചെയ്ത ശേഷം അതിൻ്റെ ആ ലീഫെല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്ത് അതൊന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നല്ല കത്രിക, നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്ന കത്രിക മാത്രം, അതായത് ചെടികൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്രിക മാത്രം എടുക്കുക. മറ്റ് നമ്മൾ കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്ന കത്രികയൊന്നും എടുക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഒരു നാമ്പ് നമുക്ക് പിടിച്ച് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ സാഫോ ഫംഗിസൈഡ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കത്രികയായാലും ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ കുഞ്ഞ് പീസുകളാക്കി നമുക്ക് എടുക്കാം. അപ്പോൾ മറ്റൊന്നും വേണ്ട, ഇതുപോലെ ഓട്ടിൻ കഷ്ണങ്ങളും അതുപോലെ ചിരട്ടക്കരി എങ്ങനെയാണെങ്കിലും നമുക്ക് പിടിപ്പിച്ചെടുക്കാം. മണ്ണിലാണെങ്കിലും ഞാനിപ്പോൾ മണ്ണിൽ ഇതുപോലെ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു വെറൈറ്റി നല്ല ചുമപ്പ് കളറിലെ ഓർക്കിഡായിരുന്നു. അതിന് പൂ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ, കുഞ്ഞ് ഷോർട്ട് വീഡിയോയും ലോങ് വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നേരത്തെ. അപ്പോൾ പൂ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം കുറച്ച് ദിവസമായി കഴിയുമ്പോൾ പിന്നെ അതിലേക്ക് നിർത്തി നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലത്. അപ്പോൾ കുതിർത്തെടുത്ത ഓടും കഷ്ണം, അതായത് നല്ലതുപോലെ വെള്ളത്തിലിട്ട് ആ ഒരു ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനത്തെയുള്ള ആ ഒരു ഓട് പീസ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു കുഞ്ഞ് ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കാം. നമ്മൾ നട്ട് കൊടുക്കുന്ന ആ ഒരു സമയത്ത് ഇതുപോലെ സാധാ ചട്ടി മതി. അതായത് നമ്മൾ സാധാരണ കുഞ്ഞ് പ്ലാന്റൊക്കെ നടാൻ ഉപയോഗിക്കുന്ന സാധാ ചട്ടി മതി. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ നല്ല ഗ്യാപ്പുള്ള ചട്ടി തന്നെയാണ് ഓർക്കിഡിന് പ്രത്യേകമായിട്ട്. അല്ലെങ്കിൽ നെറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചട്ടികൾ ഉണ്ടാക്കിയെടുക്കാം നെറ്റ് വെച്ചിട്ട്. എൻ്റെ വലിയ പ്ലാന്റ് നിൽക്കുന്ന ആ ഒരു ചട്ടി ഉണ്ടല്ലോ, അതാണ് നമ്മൾ റീപോട്ട് ചെയ്യുമ്പോൾ നട്ട് കൊടുക്കുന്നത്. നമ്മൾ കുഞ്ഞ് പ്ലാന്റ് തൈ നട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കുഞ്ഞ് ചട്ടി മതി. അപ്പോൾ ഞാൻ അതിലേക്ക് ഓട്ടും കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നനഞ്ഞതാണേ. അതിലേക്ക് നമുക്ക് ഈ ഒരു കുഞ്ഞു പീസുകൾ നട്ട് കൊടുക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അലോവേരയുടെ തണ്ടെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലതുപോലെ മിക്സിയിൽ അടിച്ചിട്ടൊന്ന് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അലോവേര തണ്ടാണ്, നമ്മൾ കറ്റാർവാഴ എല്ലാ വീട്ടിലും ഉണ്ടാകും. നല്ല നമുക്ക് ഈ ഒരു ഫംഗിസൈഡ് മാത്രമല്ല, ഈ ചെടിക്ക് മറ്റ് കീടങ്ങളുടെയൊക്കെ ശല്യം ഉണ്ടാവാതിരിക്കാൻ നല്ല ആരോഗ്യത്തോടെ ഈ പ്ലാന്റ് വളർന്ന് കിട്ടുന്നതിനും, അതുമാത്രമല്ല നല്ലൊരു ഫെർട്ടിലൈസർ തന്നെയാണ് ഇതുപോലെ കറ്റാർവാഴയുടെ ജെല്ല്. അതുപോലെ നമുക്ക് ഫംഗിസൈഡായിട്ടും യൂസ് ചെയ്യാം. സാഫ് ഉണ്ടെങ്കിൽ സാഫാണ് ഏറ്റവും നല്ലത്. സാഫും നല്ലത് തന്നെയാണ്. അത് കെമിക്കൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ തികച്ചും ഓർഗാനിക്കാണ് കറ്റാർവാഴയുടെ ജെല്ല്. അപ്പോൾ അതിലേക്ക് മുക്കിയിട്ട് നമുക്ക് ഈ ഒരു ചട്ടിയിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഓട്ടും കഷ്ണത്തിന് പകരം തരിതരിപ്പുള്ള മണ്ണായാലും മതി, നല്ലതുപോലെ നമുക്ക് പിടിച്ചിട്ടും. പിന്നെ അതിനുശേഷം നമ്മൾ റീപോട്ട് ചെയ്ത് കൊടുത്താൽ മതി. പ്ലാന്റ് ലീഫ് ഒരു 2-3 ലീഫൊക്കെ ആയി വന്ന ശേഷം നമുക്കത് റീപോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്താൽ മാത്രം മതി. ഞാനിതുപോലെ തന്നെ മണ്ണിലൂടെ ചേർന്ന് നല്ല ഒരു ഇളക്കമുള്ള മണ്ണിൽ ഞാനിതുപോലെ തന്നെ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ നമുക്ക് വേര് പിടിച്ചെടുക്കും. അതിൽ വേറെ കെമിക്കലൊന്നും യൂസ് ചെയ്യണ്ട. ഇതെന്ന് വെച്ചാൽ സാഫാണ്, ഫംഗിസൈഡ്. നമ്മൾ അഡീനിയം അതുപോലെ എല്ലാ ചെടികൾക്കും ഉപയോഗിക്കുന്ന ഒരു ഫംഗിസൈഡാണ് സാഫ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. നല്ല ഫംഗിസൈഡ് തന്നെയാണ്. അപ്പോൾ ഇതിൽ മുക്കിയാലും നമുക്ക് ഈ ഒരു ഫംഗൽ ബാധയൊക്കെ ഒഴിവാക്കാം. ഇതുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കറ്റാർവാഴ ഉണ്ടാവുമല്ലോ, കറ്റാർവാഴ ഇല്ലാത്തൊരു വീടും തന്നെ ഉണ്ടാവില്ല. ഈ ഒരു കളറാണ്. ഇതിലേക്ക് മുക്കിയിട്ട് നമുക്ക് നട്ട് കൊടുക്കാം കേട്ടോ. സാഫ് ഫംഗിസൈഡ് പോലെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മറ്റ് പുഴുശല്യങ്ങളോ ബാധകളോ ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഒരു പ്ലാന്റ് നമുക്ക് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതുപോലെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, അതിലേക്ക് ഞാനൊരു കൊച്ചു കവറാണ് കേട്ടോ. കവർ ഇട്ട് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുത്ത ശേഷം അതിലേക്ക് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. റബ്ബർ ബാൻഡ് ഇട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക. ഇതൊരു ഒരാഴ്ച മതി, നല്ലതുപോലെ നമുക്ക് വേര് പിടിച്ച് കിട്ടും. ഏതൊരു ഓർക്കിഡിൻ്റെ ഏത് വെറൈറ്റി ഓർക്കിഡ് ആയിക്കോട്ടെ, ഞാൻ ഇതിൻ്റെ തന്നെ ഒരു ചുമന്ന പ്ലാന്റ് അതിൻ്റെ ഇതുപോലെ കുഞ്ഞൊരു നാമ്പെടുത്തിട്ട് ഇത് വേര് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നല്ല വെറൈറ്റി ഓർക്കിഡായിരുന്നു. അപ്പോൾ ഒന്നും ഇട്ടിട്ടില്ല, കുഞ്ഞു പ്ലാന്റാണ് കണ്ടോ. ഇതുപോലെ ടൈറ്റ് ചെയ്ത് നമുക്ക് വെച്ച് കൊടുക്കും. ഒരാഴ്ച മതി. വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട, മറ്റ് വളങ്ങളൊന്നും കൊടുക്കണ്ട. ഒരു നേരിയ ഷെയ്ഡ് കിട്ടുന്ന ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് കണ്ടോ, ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒരു വെള്ളത്തിൻ്റെ അംശം കാണുന്നു. ഈ ഒരു ഈർപ്പത്തിലിരുന്ന് തന്നെ നല്ലതുപോലെ ഇത് പിടിച്ച് കിട്ടും.
ഇത് ഒരാഴ്ചയായിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇപ്പോൾ അത് ഞാൻ ഈ റബ്ബർ ബാൻഡ് എടുത്ത് മാറ്റിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ? അപ്പോൾ ഇതെന്ന് വെച്ചാൽ മണ്ണിൽ ഇതിലേക്ക് നമുക്ക് ഈ കറ്റാർവാഴയുടെ ജെല്ല് ലേശം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഷെയ്ഡുള്ള ഭാഗത്തേക്ക് ഒന്നുകൂടി അത് മാറ്റി വെച്ചെടുക്കുക. ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് എവിടെയാണെന്ന് വെച്ചതിൽ റീപ്പോർട്ട് ചെയ്ത ശേഷം ഹാങ് ചെയ്തിടാവുന്നതാണ്. റീപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും വായുസഞ്ചാരമുള്ള പോട്ട് തന്നെ യൂസ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ചിരട്ടക്കരി, അതുപോലെ ചകിരി, ഓടും കഷ്ണം, ഇത് മാത്രം മതി. മണ്ണിൻ്റെ ആവശ്യമില്ല. വേര് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മണ്ണായാലും ഓടായാലും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടോ? ഇതുപോലെ ചിരട്ടക്കരി, അതുപോലെ തന്നെ വിറകിൻ്റെ കരിയായാലും മതി. അതുപോലെ തന്നെ ഓടും കഷ്ണം, ചകിരി, ഇത്രയും മതി. നല്ലതുപോലെ പ്ലാന്റ് പിടിച്ച് കിട്ടും. അപ്പോൾ ഇതിലേക്ക് നല്ലൊരു ഫെർട്ടിലൈസർ തന്നെയാണ് ഇതുപോലെ കറ്റാർവാഴയുടെ ജെല്ല്. നമുക്കിത് ഒരാഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ ഇതിൻ്റെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ NPK എന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ധാരാളം പൂക്കൾ കിട്ടും. അതുപോലെ മുട്ടത്തോടാണ് ഏറ്റവും നല്ലത്. മുട്ടത്തോട് പൊടിച്ചിട്ട് ലിക്വിഡായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ആ ഒരു പൊടി ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കാം. ഈ കറ്റാർവാഴയുടെ ജെല്ല് വളരെയധികം ഈ ഓർക്കിഡ് നല്ല രീതിയിൽ നല്ല വലിയ പൂക്കൾ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമുക്ക് തോന്നും ഇതിനകത്തൊക്കെ കമ്പ് ഉണങ്ങിപ്പോയിട്ടുണ്ടാകുമെന്ന് തോന്നും. പക്ഷേ ഉണങ്ങിയതല്ല കേട്ടോ. ഇതുപോലൊരു ഉണങ്ങിയ കമ്പ് കണ്ടോ? അത് നമുക്കിത് വേര് പിടിപ്പിച്ചെടുക്കാം. ഇതൊന്ന് ആ കറ്റാർവാഴയുടെ ജെല്ലിൽ മുക്കിയിട്ട് ജസ്റ്റ് അതിൻ്റെ ആ ഓട്ടും കഷ്ണത്തിൻ്റെ ഇടയിലോട്ട് നമ്മളൊന്ന് ഇട്ട് കൊടുത്തിരുന്നാൽ മതി. അത് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വേര് പിടിച്ച് ഒരു പുതിയ പ്ലാന്റായിട്ട് കിട്ടും. കറ്റാർവാഴയുടെ ജെല്ല് മൊത്തത്തിലൊന്ന് തൂത്ത് കൊടുത്ത ശേഷം അത് നമ്മൾ ഈ ചകിരിയുടെ ആ ഭാഗത്ത്, ചകിരി ഇരിക്കുന്ന ഭാഗത്തോട്ട്, ഇല്ലെങ്കിൽ ഓട്ടും കഷ്ണം ഇരിക്കുന്ന അവിടേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. നല്ല രീതിയിൽ നമുക്ക് വേര് പിടിപ്പിച്ചിട്ട് പുതിയൊരു പ്ലാന്റ് കിട്ടും. അപ്പോൾ ഈ ഒരു ട്രിക്കൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഓർക്കിഡ് തൈകൾ ഉണ്ടാക്കിയെടുക്കാം. വളരെ സിമ്പിൾ ടിപ്പുകളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ച് ഇതുപോലെ കറ്റാർവാഴയുടെ തണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കി കൊടുത്ത് വെച്ചിട്ട് അതൊരു പ്ലാന്റാണ് കേട്ടോ. അതിൽ തണ്ട് നല്ലതുപോലെ ഇപ്പോൾ വേരൊക്കെ പിടിച്ചിട്ട് എൻ്റെ ചുവട്ടിൽ നിൽപ്പുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് വേര് പിടിപ്പിച്ചെടുക്കാൻ കഴിയും. ഓർക്കിഡ് പ്ലാന്റ് ഇപ്പോൾ പല വെറൈറ്റിയിലുണ്ട്. ഇപ്പോൾ മഞ്ഞ, ചുവപ്പ്, നല്ല അടുക്ക്, നല്ല വെറൈറ്റിയിൽ ഏത് വെറൈറ്റി ആയാലും നമുക്കിതുപോലെ പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. അതുപോലെ കറ്റാർവാഴയുടെ ജെല്ലി ഇലയിലൊക്കെ തൂത്ത് കൊടുത്താൽ നല്ലൊരു ഫിനിഷിങ് കിട്ടും കേട്ടോ. നല്ല ഭംഗി, അതുപോലെ നല്ല ആരോഗ്യമുള്ള പ്ലാന്റും ആയിരിക്കും. കറ്റാർവാഴ വളരെ യൂസ്ഫുള്ളാണ് ഇതുപോലെ ഓർക്കിഡ് പ്ലാന്റിന്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ വളരെയധികം യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.